Hi all, welcome back. K2 ന്റെ S1 ലെ EST130 Basics of Electrical Engineering Module 2 ലെ Lecture 7 ആണ് നമ്മൾ ഈ ദിവസം ചെയ്യുന്നത്. അതിൽ ഇൻഡ്യൂസ്ഡ് EMF എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻഡ്യൂസ്ഡ് EMF എന്നുള്ളത് നമ്മൾ പറയും. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. അതിൽ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ കണ്ടക്ടർ ഇൻ മോഷൻ എന്നുള്ളതാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. അതായത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർ മോഷൻ അല്ലാത്തപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFന്റെ രണ്ട് ടൈപ്പ് ഉണ്ട്. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. അതിൽ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFും സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻഡ്യൂസ്ഡ് EMF. എന്താണ് ഇൻഡ്യൂസ്ഡ് EMF? നമ്മൾ നേരത്തെ പറഞ്ഞത് വെൻ ദ ഫ്ലക്സ് ലിങ്കിങ് എ കണ്ടക്ടർ ഓർ കോയിൽ ചേഞ്ചസ് ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. നമ്മൾ ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്ന കണ്ടക്ടറോ അല്ലെങ്കിൽ കോയിലോ എന്ത് ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ അവിടെ എന്ത് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. ദിസ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജസ് ക്യാൻ ബി ബ്രോട്ട് ഇൻ ടു ഫോളോയിങ് ടു വേസ്. ഞാൻ ഇത് മൊത്തം എഴുതി വെച്ചാണ് നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് കൊണ്ടുവരാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് കണ്ടക്ടറിനെ മൂവ് വെച്ചിട്ട് ഫ്ലക്സിനെ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി ആക്കി നിർത്തി കണ്ടക്ടറിനെ മൂവ് വെച്ചിട്ട് ചെയ്യാം. അതിന് പറയുന്ന പേരാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. അടുത്തത് പറഞ്ഞാൽ കണ്ടക്ടറിനെ സ്റ്റേഷനറി ആക്കി നിർത്തി ഫീൽഡിനെ മൂവ് വെച്ചിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ ശരിക്കും ഇൻഡ്യൂസ്ഡ് EMF രണ്ട് ടൈപ്പ് ഉണ്ട്. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫ്ലക്സ് ലിങ്കേജ് വരുന്നത് ഒറ്റ കാര്യമുള്ളൂ, എന്ത് മൂവ് വെച്ചിട്ടാണ്? കണ്ടക്ടർ മൂവ് വെച്ചിട്ടാണ്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFിലാണെങ്കിൽ അപ്പോൾ കണ്ടക്ടർ മൂവ് വയ്ക്കുമ്പോൾ ഓഫ് കോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? സ്റ്റേഷനറി ആയിരിക്കും. ഇനി സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ കണ്ടക്ടർ സ്റ്റേഷനറി ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? മൂവിങ് ആയിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്. ദ കണ്ടക്ടർ ഈസ് മൂവ്ഡ് ഇൻ എ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഫ്ലക്സ് ലിങ്കിങ് ഇറ്റ് ചേഞ്ചസ് ഇൻ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ചസ് വരും. ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദിസ് വേ ഈസ് കോൾഡ്, എന്താണ് പറയുന്നത്? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണെങ്കിൽ എന്താണ്? കണ്ടക്ടർ ഈസ് മൂവിങ്. ഓക്കെ, ഏതിലാണ്? സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ്. ഇറ്റ് ഈസ് സോ കോൾഡ് ബിക്കോസ്, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയാൻ കാരണം, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയാൻ കാരണം, ബിക്കോസ് എന്താണ്? ദ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടർ വിച്ച് ഈസ് ഇൻ മോഷൻ. ഓക്കെ, അപ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് ഏതിലാണ്? വിച്ച് ഈസ് ഇൻ മോഷനിലാണ്. ഇനി അടുത്ത എന്താണ്? സ്റ്റേഷനറി കണ്ടക്ടറാണ്. സ്റ്റേഷനറി ഇൻഡ്യൂസ്ഡ് EMF അല്ല, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ദ കണ്ടക്ടർ ഈസ് സ്റ്റേഷനറി. ഇൻ ദിസ് കേസ് കണ്ടക്ടർ സ്റ്റേഷനറി ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? മൂവിങ് ഓർ ചേഞ്ചിങ് ആയിരിക്കും. ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദിസ് വേ ഈസ് കോൾഡ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഇറ്റ് ഈസ് സോ കോൾഡ് ബിക്കോസ് ദ EMF ഇൻഡ്യൂസ്ഡ് ഈസ് ഇൻ ദ കണ്ടക്ടർ വിച്ച് ഈസ് സ്റ്റേഷനറി. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇൻഡ്യൂസ്ഡ് EMF മെയിനായിട്ട് ഉള്ളത് രണ്ട് ടൈപ്പാണ്. എന്തൊക്കെയാണ്? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFും സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFും. ഈ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFിൽ കണ്ടക്ടർ മൂവിങ് ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡൈനാമിക്കലി ആണ് വിച്ച് ഈസ് ഇൻ മോഷൻ, അതായത് കണ്ടക്ടർ മോഷനായിട്ട് കണ്ടക്ടറിനെ വെച്ചിട്ട് പറഞ്ഞാൽ മതി. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFിലാണെങ്കിൽ കണ്ടക്ടർ സ്റ്റേഷനറി ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? മൂവിങ് ആയിരിക്കും. അപ്പോൾ ഇനി ഫസ്റ്റ് വൺ, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. Now consider a single conductor of length L meter. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു നിങ്ങൾക്ക് കട്ട് വ്യൂ, എലിവേഷനൊക്കെ അറിയില്ലേ? അപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ അതിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള വ്യൂ ആണ്, ഒരു റൗണ്ടിലുള്ള കണ്ടക്ടറിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള, അതായത് നോർത്ത് സൗത്ത് മാഗ്നറ്റിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള വ്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ വി ആർ കൺസിഡറിങ് എ സിംഗിൾ കണ്ടക്ടർ ഓഫ് ലെങ്ത് L meters മൂവിങ് അറ്റ് റൈറ്റ് ആംഗിൾസ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഇതേപോലെ റൈറ്റ് ആംഗിൾസ് ആയിട്ട് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് കാണിക്കുക. ഓക്കെ, അപ്പോൾ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ കാണിക്കുന്നത്. ആ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് നമ്മൾ അതിൻ്റെ ഇതെന്താണ് കൊടുക്കുന്നത്? B വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റി കൊടുത്തു, വിത്ത് എ വെലോസിറ്റി ഓഫ് V meter per second. Okay, suppose the conductor moves through a small distance dx in dt second. ഒരു സ്മോൾ ഡിസ്റ്റൻസ് dx in dt സെക്കൻഡ്സിൽ മൂവ് ചെയ്തു നമ്മൾ എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. ദെൻ ദ ഏരിയ സ്വെപ്റ്റ് ബൈ ദ കണ്ടക്ടർ എന്തായിരിക്കും? അപ്പോൾ ഏരിയ സ്വെപ്റ്റ് ബൈ ദി കണ്ടക്ടർ എന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് L ഇൻറ്റു dx അല്ലേ?
അപ്പോൾ ഇത് ഈ ഡെറിവേഷൻ ആവശ്യം വരും. ഇത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFും ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFും ചോദിക്കും. ഞാൻ നോട്ട് തരുന്ന വെച്ചിട്ട് പഠിക്കണം. Therefore we can say that ഇപ്പോൾ നമ്മൾ ഏരിയ സ്വെപ്റ്റ് ബൈ ദ കണ്ടക്ടർ ഈസിക്കൽ L into dx എഴുതി. Therefore ഫ്ലക്സ് കട്ട് d phi ഈസ് ഈക്വൽ ടു എന്താണ്? ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ സ്വെപ്റ്റ് ബൈ ദ കണ്ടക്ടർ. ഫ്ലക്സ് ഡെൻസിറ്റി ആണ് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു, ബി വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബി ഇൻറ്റു ഏരിയ സ്വെപ്റ്റ് ബൈ ദ കണ്ടക്ടർ എന്തായിരുന്നു? എൽ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ എന്ത് ചെയ്തു ഞാൻ? ബി എൽ ഡി എക്സ് എന്ന് എഴുതി. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വെബറാണ്. Therefore d phi is equal to bl dx. Now according to Faraday's law of electromagnetic induction, എന്താണ് നമുക്ക് പറയാൻ പറ്റുക? EMF induced in the conductor is given by E is equal to n into d phi by dt അല്ലേ. Faraday's electromagnetic second lawയിൽ പറയുന്നത് എന്താണ്? The EMF induced is directly proportional to ഫ്ലക്സ് ലിങ്കേജസ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് അല്ലേ പറയണം. അതിൽ നിന്ന് നമ്മൾ ഈ ഈസിക്കൽ n into d phi by dt എഴുതിയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? എഴുതാൻ പോവാണ്. ഇവിടെ d phi നമുക്ക് ബി എൽ ഡി എക്സ് ബൈ ഡി ടി പറഞ്ഞു. നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? വി ആർ കൺസിഡറിങ് വൺ കണ്ടക്ടർ. സോ ഇവിടെ എന്താണ്? n ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. സോ ഇവിടെ n-ന് പകരം എന്താണ്? 1 into ബി എൽ ഡി എക്സ് ബൈ ഡി ടി. ഓർ വി ക്യാൻ സേ ദാറ്റ് what is dx by dt? dx by dt is nothing but velocity. So it will be E is equal to b into L into v volts unit. അത് എങ്ങനെയാണ് കിട്ടിയത്? സിൻസ് v വെലോസിറ്റി v is equal to എന്താണ്? dx by dt അല്ലേ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മളൊരു സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്യണം. ഇഫ് ദ കണ്ടക്ടർ മൂവ്സ് അറ്റ് ആൻ ആംഗിൾ തീറ്റ, ഈ കണ്ടക്ടർ എന്ത് ചെയ്യാണ്? ഒരു തീറ്റ ആംഗിളിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന വീനെ അതിൻ്റെ റെക്റ്റാങ്കുലർ കമ്പണൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് വരിക? വി സൈൻ തീറ്റയും വരും, വി കോസ് തീറ്റയും വരും. അതായത് ഈ ഇതിന് നേരെ ഇങ്ങനെ പോണത് വി കോസ് തീറ്റ ആയിരിക്കും, ഇങ്ങനെയുള്ള വി സൈൻ തീറ്റ ആവും. അപ്പോൾ ഇങ്ങനെയുള്ളതിനെ നമുക്ക് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആ തീറ്റയും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ സ്പെഷ്യൽ കേസ് വരുമ്പോൾ ഇഫ് ദ കണ്ടക്ടർ ഈസ് മൂവിങ് അറ്റ് എൻ ആംഗിൾ തീറ്റ, സ്പെഷ്യൽ കേസ് എന്താണ്? ഇഫ് കണ്ടക്ടർ മൂവ്സ് അറ്റ് an angle theta in the magnetic field, എന്താണ്? then the velocity at which the conductor moves across the field is v sin theta. Therefore E is equal to bl v sin theta. അപ്പോൾ നോക്കിയൊക്കെ ഈ തീറ്റ ഡിഗ്രി ഇങ്ങോട്ടായപ്പോൾ വെലോസിറ്റി എന്തായി? വി സൈൻ തീറ്റ ആയി. സോ ഇറ്റ് വിൽ ബി ബി എൽ വി സൈൻ തീറ്റ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF ആണ്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF പറഞ്ഞ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFൽ ഇവിടെ നോക്കുക. ഇങ്ങനെ ഒരു രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കണ്ടക്ടറിൻ്റെ കട്ട് ചെയ്ത പോർഷൻ, ഒറ്റ കണ്ടക്ടർ, നമ്പർ ഓഫ് ടേൺ 1 ആണ്. ഇത് റൈറ്റ് ആംഗിളിലാണ് മൂവ് ചെയ്യണമെന്ന് നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ എന്താണ്? ഈ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യും അല്ലേ. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് ഒരു ഡി എക്സ് ഡിസ്റ്റൻസ് ഇൻ ടൈം ഡി ടി നമ്മൾ ഇത് മൂവ് ചെയ്ത് ഇതാക്കുകയാണെങ്കിൽ ആ ഡി എക്സ് ടൈം ഡി ടി ടൈമിൽ മൂവ് ചെയ്ത ഏരിയ സ്വെപ്റ്റ് എന്താണ്? എൽ ഇൻറ്റു ഡി എക്സ് ആണ്. ഓക്കെ, ഫ്ലക്സ് കട്ട് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ദാറ്റ് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ സ്വെപ്റ്റ് ബൈ ദ കണ്ടക്ടർ. ഫോർ ഡി ഫൈ ഇസിക്കൽ ബി എൽ ഡി എക്സ് നമുക്കറിയാം അക്കോർഡിംഗ് ടു എന്താണ്? ഫാരഡേസ് ലോ അല്ലേ. ഫാരഡേസ് ലോ പ്രകാരം എന്താണ്? ഇ ഇസിക്കൽ എൻ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി ആണ്. സോ നമ്മളിത് എഴുതി ബി എൽ ഡി എക്സ് ബൈ ഡി ടി.
അപ്പോൾ E ഈസിക്കൽ BLV എന്ന് എഴുതി. കാരണം എന്താണ്, N ഈസിക്കൽ ടു എന്താണ് 1 ആണ്. കാരണം ഒറ്റ കണ്ടക്ടറെ യൂസ് ചെയ്തുള്ളൂ. E ഈസിക്കൽ ടു BLV. ഇനി സ്പെഷ്യൽ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർ പക്ക റൈറ്റ് ആംഗിളിൽ പോകുന്നതിന് പകരം നമ്മളൊരു അതായത് ആംഗിൾ തീറ്റയിൽ അത് മൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റി V sin theta ആവും. Therefore it will be E ഈസിക്കൽ ടു BLV sin theta. ഇതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ പ്രോബ്ലത്തിൽ ജസ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ. റൈറ്റ് ആംഗിളിലാണ് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ E എന്തായിരിക്കും, ആംഗിൾ 45 ഡിഗ്രിയിൽ എന്തായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് നോക്കി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്, നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സെക്കൻഡ് വൺ നമ്മൾ പോകുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കണ്ടക്ടർ എന്തായിരിക്കും, കണ്ടക്ടർ മോഷൻ ആയിരിക്കും സ്റ്റേഷനറി ആയിരിക്കും. കണ്ടക്ടർ സ്റ്റേഷനറി ആയിരിക്കും. അപ്പോൾ കണ്ടക്ടർ സ്റ്റേഷനറി ആണെങ്കിൽ വാട്ട് അബൌട്ട് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി മൂവിങ് അല്ലേ. അപ്പോൾ ഈ കേസിനാണ് നമ്മൾ പറയുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഇനി ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. തെറ്റരുത്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFൽ കണ്ടക്ടർ സ്റ്റേഷനറി ആയിരിക്കും, ഫീൽഡ് മൂവിങ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ നേരത്തെ പറഞ്ഞത്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ക്യാൻ ബി സബ് ഡിവൈഡഡ് ഇൻ ടു സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്താണെന്നുള്ളത് നോക്കാം. നൗ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്താണ്? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF, ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഓൺ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഇറ്റ്. അതായത് EMF ഇൻഡ്യൂസ് ചെയ്യും എങ്ങനെയാണ്, ഒരു കോയിലിൽ അതിൻ്റെ തന്നെ ഫ്ലക്സ് ആ കണ്ടക്ടർ. ഇപ്പോൾ ഈ കോയിലിൽ ഇതിൻ്റെ തന്നെ ഫ്ലക്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ തന്നെ ചേഞ്ചിങ് ഫ്ലക്സ് വരുമ്പോൾ ഇവിടെ ഏതാണ് മൂവ് ചെയ്യുന്നത് പറഞ്ഞാൽ കണ്ടക്ടർ സ്റ്റേഷനറി ആണ്. എന്നിട്ട് ആര് മൂവ് ചെയ്യും, ഫ്ലക്സ് മൂവ് ചെയ്യും അല്ലേ. അങ്ങനെയല്ല പറഞ്ഞത്, കണ്ടക്ടർ സ്റ്റേഷനറി ആയിട്ട് ഫ്ലക്സ് മൂവ് ചെയ്യും. അപ്പോൾ ഈ കണ്ടക്ടറിൽ കൂടെ സപ്ലൈ പോകുമ്പോൾ എന്തുണ്ടാവും, ഈ ഫ്ലക്സ് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവും, ഈ ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഓൺ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഇറ്റ്. അതിനാണ് നമ്മൾ പറയുന്നത് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയാം. ഇനി അത് ഒരു എക്സ്പ്ലനേഷൻ പോലെ ഞാൻ പറഞ്ഞിരിക്കാം. വെൻ എ കോയിൽ ഈസ് ക്യാരിയിങ് കറണ്ട് ഈ കോയിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇനി ഈ കറണ്ട് ചേഞ്ച് ചെയ്ത് തുടങ്ങിയാൽ എന്ത് ചെയ്യും, ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, വേരി ചെയ്യും. അപ്പോൾ ഒരു EMF ഹെൻസ് ആൻ EMF എന്ത് ചെയ്യും, ഈ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യണ EMFനാണ് പറയുന്നത് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക, നമ്മളിങ്ങനത്തെ ഒരു കോയിൽ സെറ്റപ്പാക്കി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും, സെറ്റപ്പ് ചെയ്യും. ഇനി ഈ കറണ്ടിനെ നമ്മൾ വേരി ചെയ്യിച്ചു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും, വേരി ചെയ്യും. അപ്പോൾ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടക്ടറിനെ കട്ട് ചെയ്യും. കണ്ടക്ടറിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഒരു EMF വീണ്ടും ഇൻഡ്യൂസ് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് എന്ത്, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. അതാണ് പറഞ്ഞത് വെൻ എ കോയിൽ ഈസ് ക്യാരിയിങ് കറണ്ട് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ദ കോയിൽ. If the current in the coil changes, then the flux linking the coil also changes. Hence, an EMF N into d phi by dt is induced in the coil itself. This is known as self-induced EMF. അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ദ ഡയറക്ഷൻ ഓഫ് ദ EMF അത് ലെൻസസ് ലോ ആണ് ഡിസൈഡ് ചെയ്യണത്. അതെന്തായിരിക്കും, ലെൻസസ് ലോ എന്താ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ ഡിസൈഡ് ചെയ്യുകയെന്ന് വെച്ചാൽ എന്ത് കാരണം കൊണ്ടാണോ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് ആ കാരണക്കാരൻ എന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഇവിടെ ആരാണ്, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് കറണ്ട് ആണ് അല്ലേ, ചേഞ്ച് ഇൻ കറണ്ടാണ്. ആ ചേഞ്ച് ഇൻ കറണ്ടിനെ ആരും ഒപ്പോസ് ചെയ്യും, ഈ പറയുന്ന ലെൻസസ് ലോ കാരണം എന്ത് ചെയ്യും, നമ്മൾ പുതിയ വരുന്ന സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ എത്രത്തോളം ടൈം കറണ്ട് ചേഞ്ചിങ് ഉണ്ടോ അത്രത്തോളം ടൈം എന്തുണ്ടാവും, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അത്രത്തോളം ടൈം ഉണ്ടാവും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഇനി ചേഞ്ചിങ് കറണ്ട് ഒഴിവാക്കിയാലോ ഇൻഡ്യൂസ്ഡ് EMF എന്ത് ചെയ്യും, നിന്നു പോകും, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ദ പ്രോപ്പർട്ടി ഓഫ് ദ കോയിൽ വിച്ച് ഒപ്പോസസ് എനി ചേഞ്ച് ഓഫ് കറണ്ട് or flux through it is called self-inductance and is denoted by letter L. നിങ്ങൾ ഇൻഡക്റ്റൻസ് പഠിച്ചിട്ടുണ്ടാവും L ഒക്കെ. ഓക്കെ, അപ്പോൾ ദ പ്രോപ്പർട്ടി ഓഫ് ദ കോയിൽ ഞാൻ പറഞ്ഞില്ലേ, ലെൻസസ് ലോ പ്രകാരം എന്താ പറയുന്നത്, അതിൻ്റെ വെരി കോസ്, അതെന്താണ്,
ചേഞ്ച് ഇൻ കറണ്ട് ആണ്, അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവുന്നത്. അപ്പോൾ ദ പ്രോപ്പർട്ടി ഓഫ് ദ കോയിൽ വിച്ച് ഒപ്പോസസ് എനി ചേഞ്ച് ഓഫ് കറണ്ട് ഓർ ഫ്ലക്സ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ എൽ. ഇനി സെൽഫ് ഇൻഡ്യൂസ്ഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ചുകൊണ്ട് എഴുതി വെച്ചാണ്. കൺസിഡർ എ കോയിൽ ഓഫ് n ടേൺസ് ക്യാരിയിങ് എ കറണ്ട് ഓഫ് I ആംബിയേഴ്സ്. നമ്മൾ ഒരു n ടേൺസ് ഉള്ള കോയിൽ കൺസിഡർ ചെയ്യുക, അതിലൂടെ I ആംബിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് വിചാരിക്കാം. ഇഫ് ദ കറണ്ട് ഇൻ ദ കോയിൽ ചേഞ്ചസ്, ഇനി ആ കോയിലുള്ള കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ദ ഫ്ലക്സ് ലിങ്കേജസ് ഓഫ് ദ കോയിൽ വിൽ ഓൾസോ ചേഞ്ച്. ഇവിടെ കണ്ടക്ടർ സ്റ്റേഷനറി ആണ്, അപ്പോൾ ആ കോയിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ചെയ്യും. ദിസ് വിൽ സെറ്റപ്പ് എ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ ഇൻ ദ കോയിൽ. It is given by E is equal to n into d phi by dt or d by dt of n into phi. Okay, ഈ n phi ഒപ്പം എഴുതാത്തുള്ളൂ. സിൻസ് ഫ്ലക്സ് ഈസ് ഡ്യൂ ടു ദ കറണ്ട് ഇൻ ദ കോയിൽ. ഇനി ഇവിടെ ഫ്ലക്സ് ഉണ്ടാവാനുള്ള റീസൺ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ നോക്കി നോക്കിയേ, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, ഇങ്ങനെ ഒരു കോയിൽ സെറ്റപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലക്സ് എന്ത് ചെയ്യും, അവിടെ ഉണ്ടാവും. ഈ കറണ്ട് വാരി ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഫ്ലക്സ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഈ കണ്ടക്ടറിൽ വീണ്ടും ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും, അതിനെ ഒപ്പോസ് ചെയ്യും ലെൻസസ് ലോ പ്രകാരം. ഓക്കെ, അതാണ് നേരത്തെ പറഞ്ഞത് അല്ലേ. അപ്പോൾ ആ സിൻസ് ഫ്ലക്സ് ഈസ് ഡ്യൂ ടു ദ കറണ്ട് ഇൻ ദ കോയിൽ, ഇറ്റ് ഫോളോസ് ദാറ്റ് ഫ്ലക്സ് ലിങ്കേജസ് ദാറ്റ് ഈസ് n phi ആൻഡ് ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു I. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, E ഈസ് ഈക്വൽ ടു d by dt of n phi is proportional to di by dt, or we can say that എന്താണ്, E is equal to constant into di by dt, or E is equal to L into di by dt, where L is a constant called എന്താണ്, സെൽഫ് ഇൻഡക്റ്റൻസ് or ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. ഇത് നമുക്ക് യൂണിറ്റ് എന്താണ്, യൂണിറ്റ് ഈസ് ഹെൻറി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ L ഇങ്ങനെയാണ് വന്നത്, ഇൻഡക്റ്റൻസ് ഇങ്ങനെ വന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് എന്താണ്, ഒരു കോയിൽ n ടേൺസ് കൺസിഡർ ചെയ്തു, നമ്മളിതൊക്കെ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ എന്താ പറയുന്നത്, ഈ സിൻസ് ദ ഫ്ലക്സ് ഈസ് ഡ്യൂ ടു ദ കറണ്ട് ഇൻ ദ കോയിൽ, ഫ്ലക്സ് കറണ്ട് കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഫ്ലക്സിന് കറണ്ടിനെ ആര് ഫോളോ ചെയ്യും, ഈ ഫ്ലക്സ് ഫോളോ ചെയ്യും, ഫ്ലക്സ് ലിങ്കേജ് ഫോളോ ചെയ്യും. അത് പ്രൊപ്പോർഷണൽ ടു I ആയിരിക്കും. അതായത് n phi ഈക്വൽ ടു n phi എന്നുള്ളത് Iന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് E ഈസ് ഈക്വൽ ടു d by dt ഓഫ് n phi ഈസ് പ്രൊപ്പോർഷണൽ ടു di by dt. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, കോൺസ്റ്റന്റ് ഇൻറ്റു di by dt. Therefore E ഈസ് ഈക്വൽ ടു L ഇൻറ്റു di by dt, where L is called as എന്താണ്, സെൽഫ് ഇൻഡക്റ്റൻസ് ഓർ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്രഷനും കൂടി ഉണ്ട്, ഒരു തരി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സെൽഫ് ഇൻഡക്റ്റൻസ് നമുക്ക് ഏതെങ്കിലും 3 മെത്തേഡിൽ കൂടെ കാണാം. ഓക്കെ, അപ്പോൾ 3 മെത്തേഡാണ് സെൽഫ് ഇൻഡക്റ്റൻസ് കാണാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് മെത്തേഡ്. സോ ഫസ്റ്റ് മെത്തേഡ്, ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ അറിയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് di by dt ഇതും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് കാണാം. നമുക്കറിയാം E ഈസ് ഈക്വൽ ടു L ഇൻറ്റു di by dt അല്ലേ. അതിൽ E അറിയാം, di by dt അറിയാമെന്നുണ്ടെങ്കിൽ L ഈസ് ഈക്വൽ ടു E by di by dt എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. ഇനി സെക്കൻഡ് മെത്തേഡ് പറഞ്ഞാൽ, ഇഫ് ദ ഫ്ലക്സ് ലിങ്കേജസ് ഓഫ് ദ കോയിൽ, ഫ്ലക്സ് ലിങ്കേജസ് ഓഫ് ദ കോയിലും അറിയാം, കറണ്ട് ആർ നോൺ, ദെൻ ഇൻഡക്റ്റൻസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ആസ് എങ്ങനെയാണ്, E ഈസ് ഈക്വൽ ടു നമുക്കറിയാം L ഇൻറ്റു di by dt, ഓർ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇതിന് ഉള്ളിൽ കിടക്കുകയാണ്, എന്താണ്, d by dt ഓഫ് L ഇൻറ്റു I. ഇതാണ് ഒന്ന്. അതേപോലെ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ് ഓൾസോ. അപ്പോൾ ഫ്ലക്സ് ലിങ്കേജസ് വെച്ചിട്ടുള്ള ഇത് നോക്കാം. ഇതിപ്പോൾ കറണ്ടിൻ്റെ ആണ്, L ഇൻറ്റു di by dt. ഇനി ഫ്ലക്സ് ലിങ്കേജ് E ഈസ് ഈക്വൽ ടു n ഇൻറ്റു d phi by dt, ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, d by dt ഓഫ് n ഇൻറ്റു phi. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് രണ്ടിനും നമ്മൾ ഇക്വേറ്റ് ചെയ്യുക ബൈ ഇക്വേറ്റിംഗ് എബവ്, two equations. By equating above two equations we have എന്തൊക്കെയാണ്,
ഇവിടുത്തെ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ ഈസ് ഈക്വൽ ടു വരുന്നത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വി വിൽ ഗെറ്റ് Li ഈസ് ഈക്വൽ ടു n ഇൻറ്റു 5 ഓർ I ഈസ് ഈക്വൽ ടു n5/L. അപ്പോൾ L ഈസ് ഈക്വൽ ടു നമുക്ക് വരുന്നത് I അല്ല വേണ്ടത് L ഈസ് ഈക്വൽ ടു n5/I. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. നൗ തേർഡ് മെത്തേഡ് ഇൻഡക്റ്റൻസ് എങ്ങനെ കാണുന്നത് വെച്ചാൽ നേരത്തെ നമ്മൾ കണ്ടത് DI അങ്ങനെ ഓരോ പാരാമീറ്റർ ഇപ്പോൾ ഫിസിക്കൽ ഡയമെൻഷൻസ് വെച്ചിട്ട്. അപ്പോൾ കൺസിഡർ എൻ അയൺ കോഡ് സോളിനോയിഡ് ഓഫ് ഡയമെൻഷൻ L ലെങ്ത് ഉള്ള ഡയമെൻഷനുള്ള ഒരു സോളിനോയിഡ്, അതിൽ കൂടെ എന്താണ് കോയിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, അതിൻ്റെ ഏരിയയാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് വി നോ ദാറ്റ് എന്താണ് E ഈസ് ഈക്വൽ ടു n ഇൻറ്റു d∅/dt ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു L ഇൻറ്റു di/dt നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് ഓർ L ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും n ഇൻറ്റു d∅/dt എന്ന് എഴുതാം. എഴുതി കൂടെ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ L ഈസ് ഈക്വൽ ടു n ഇൻറ്റു d∅/dt എന്ന് എഴുതി കൂടെ, അല്ല സോറി d∅/di എന്ന് എഴുതാം അല്ലേ. ഇത് രണ്ടും കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ L ഈസ് ഈക്വൽ ടു n ഇൻറ്റു d∅/i എഴുതാം. സോ വി ക്യാൻ സേ ദാറ്റ് നമുക്ക് ഒരു അസംഷൻ ഒരു സ്റ്റെപ്പ് കിട്ടി L ഈസ് ഈക്വൽ ടു n ഇൻറ്റു d∅/di. ഓക്കെ ആണല്ലോ. ഇനി ഡിഫറൻഷിയേറ്റിംഗ് ദിസ് ഫൈ വിത്ത് റെസ്പെക്ട് ടു I. ഡിഫറൻഷിയേറ്റിംഗ് ഫൈ വിത്ത് അടുത്തത് എന്താ വെച്ചാൽ നൗ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു MMF ബൈ റിലക്റ്റൻസ് ആണല്ലോ. അപ്പോൾ MMF പറഞ്ഞാൽ എന്താണ് n ഇൻറ്റു I ആണ്. റിലക്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് L/A μ0 μr ആണ്. സംശയമൊന്നുമില്ലല്ലോ. ഇനി ഈ ഫൈ അതായത് ഈ കാണുന്ന ഫൈ ദാറ്റ് ഈസ് ഒന്നുകൂടി എടുത്ത് എഴുതാൻ വേണമെങ്കിൽ ഫൈ ഈസ് ഈക്വൽ ടു Ni/L/A μ0 μr. differentiating phi with respect to I, we get എന്ത് ചെയ്യാണ് ഈ ഫൈനെ വിത്ത് റെസ്പെക്ട് ടു I ആയിട്ട് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി d∅/di ഈസ് ഈക്വൽ ടു n/L/A μ0 μr. ഓക്കെ അല്ലേ. നമ്മളിവിടെ മുന്നൊരു സാധനം കണ്ടിട്ടുണ്ട് L ഈസ് ഈക്വൽ ടു n ഇൻറ്റു d∅/di എന്നുണ്ട്. അപ്പോൾ അത് ഇതിട്ട് കൊടുക്കുക. അപ്പോൾ എന്താവും L ഈസ് ഈക്വൽ ടു n ഇൻറ്റു d∅/di ഇവിടെ കിട്ടിയിട്ട്. അപ്പോൾ n ഇൻറ്റു n ഡിവൈഡ് ബൈ L/A μ0 μr, ഓർ വി ക്യാൻ സേ ദാറ്റ് n² / L/A μ0 μr എന്താണ് റിലക്റ്റൻസ് ആണ്. അപ്പോൾ ഫിസിക്കൽ ടേംസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ടേംസും അറിയാം, റിലക്റ്റൻസിനുള്ള സാധനങ്ങളും അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം സെൽഫ് ഇൻഡക്റ്റൻസ് എല്ലാം കണ്ടുപിടിക്കാം. ഇനി സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടു, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFൽ സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിച്ചു. അടുത്ത് നമ്മൾ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, അതിൽ മ്യൂച്വലി ഇൻഡക്റ്റൻസ് ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.